ஆற்றில்லாவழியாதும் இறைவனே போற்றுமன் போற்றி போற்றுமன் போற்றி புகழ்மின் புகழ்ந்தெழு மேத்திசைக்கும் கிழக்கும் திசையற்றோடும் மாற்றுவன பரே ஆட்டவுமாமே. തിരുമന്ത്രം ഞാൻ ആദ്യം ഒരു അധ്യാപകൻ്റെ മട്ടിൽ ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. കുറേ എപ്പിസോഡുകൾ അങ്ങനെ ക്ലാസ് രൂപത്തിൽ നടക്കുകയുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ തന്നെ തിരുമന്ത്രം ഒരു യജ്ഞഭാവം കൈവരിച്ചു. അതുകൊണ്ട് പിന്നീട് ഞാൻ തിരുമന്ത്രം യജ്ഞം എന്നാണ് ഈ എപ്പിസോഡുകൾക്ക് പേര് കൊടുത്തിരുന്നത്. എന്താണ് ശരിയായ യജ്ഞം എന്ന് എന്നെ പഠിപ്പിച്ചത് പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ വാക്കുകളാണ്. അങ്ങനെയാണ് ഞാനിതിന് തിരുമന്ത്ര ക്ലാസ്സുകൾക്ക് തിരുമന്ത്ര യജ്ഞം എന്ന പേര് കൊടുക്കാൻ കാരണം. ആ മഹാഗുരുവിനോടുള്ള കടപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ വാക്കുകൾ വായിച്ചുകൊണ്ട് ഈ 519 എപ്പിസോഡ് തുടങ്ങുകയാണ്. ശരിയായ യജ്ഞം. രോഷത്തിന് കണ്ണും കാതുമില്ല. അത് പ്രതികരണത്തിലേക്ക് മാത്രമാണ് നയിക്കുക. പ്രതികരണം പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു. പശ്ചാത്താപം ഇച്ഛാഭംഗത്തിന് കാരണമാകുന്നു. ഇച്ഛാഭംഗം വിവേചനത്തെ മറയ്ക്കുന്നു. വിവേചനരഹിതങ്ങളായ പ്രവൃത്തികൾ രോഷമുളവാക്കുന്നു. പിന്നെ ഇതേ വിഷമവൃത്തം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മജ്ഞാനത്തിനും ഭക്തിക്കും മാത്രമേ ഈ വിഷമവൃത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ജ്ഞാനാഗ്നിയിൽ രോഷവും പ്രതികാരവും ഹോമിക്കപ്പെടുമ്പോൾ കറകളഞ്ഞ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു. ഇതാണ് ശരിയായ യജ്ഞം. ഇതാണ് തിരുമന്ത്ര യജ്ഞത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. തുടർന്ന് ഗുരുദേവിൻ്റെ വാക്കുകൾ തന്നെ വിശദമാക്കുകയാണ്. ഓം ശിവായ. ശൈവത്തെക്കുറിച്ചിട്ട് പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി സത്യാന്വേഷിക്കൊരു വഴികാട്ടി എന്ന പുസ്തകത്തിൽ വളരെ സംക്ഷിപ്തമായി ഈ ശൈവത്തെ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഗുരുജിയുടെ അനുഗ്രഹാശസ്സുകളോടെ അദ്ദേഹം പറയുന്നു, നോക്കൂ. ശിവനാണ് നിങ്ങളുടെ സ്വരൂപം, ശാന്തിയാണ് നിങ്ങളുടെ പ്രകൃതി. എന്നിട്ടും നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നു. സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ പ്രകൃതി, എന്നിട്ടും നിങ്ങൾ ബന്ധനത്തിൽ കഴിയുന്നു. സന്തോഷമാണ് നിങ്ങളുടെ പ്രകൃതി, എന്നിട്ടും എന്തിൻ്റെയൊക്കെയോ പേരിൽ ദുരിതമനുഭവിക്കുന്നു. തൃപ്തിയാണ് നിങ്ങളുടെ പ്രകൃതി, എന്നിട്ടും നിങ്ങൾ ആഗ്രഹങ്ങളെ ചുഴലിയിൽപ്പെട്ടുടലുന്നു. ദയയാണ് നിങ്ങളുടെ പ്രകൃതി, എന്നിട്ടും നിങ്ങൾ ആരെയും സമീപിക്കുന്നില്ല. നിങ്ങളുടെ പ്രകൃതിയിലേക്കുള്ള യാത്രയാണ് സാധന. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തോ അതായിത്തീരുകയാണ് സാധന. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതി ശിവനാണ്. ശിവം ശാന്തിയാണ്, അനന്തതയാണ്, സൗന്ദര്യമാണ്, അദ്വൈതമാണ്. തിരുമന്ത്രത്തിലെ 9 തന്ത്രങ്ങളുടെയും രത്നചുരുക്കം ഇവിടെ തിരുമൂലദേവൻ കൊടുത്തിരിക്കുന്നു. അതായത് ശൈവ ദർശനത്തിൻ്റെ കാതലാണ് പരമപൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി ഈ സത്യാന്വേഷിക്കൊരു വഴികാട്ടിൽ ഈ കൊച്ചു വാക്കുകളുടെ നമുക്ക് ആ വിസ്തൃതമായ വേദാഗമ പ്രപഞ്ചത്തിലേക്ക് ഉള്ള അവസരം ഒരുക്കി തരുന്നത്. ഇത് പ്രതിവാര ജ്ഞാന സൂക്തങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ
പരമ്പരയിൽപ്പെട്ട ഒരു പുസ്തകമാണ് സത്യാന്വേഷിക്കൊരു വഴികാട്ടി. നമുക്കത് നോക്കാം. അതിൻ്റെ അർത്ഥം നോക്കൂ. ശാന്തിയാണ് നിങ്ങളുടെ സഹജ പ്രകൃതി. വാസ്തവത്തിൽ നമ്മുടെ സഹജ സ്വഭാവം എന്ന് പറയുന്നത്, സഹജഭാവം എന്ന് പറയുന്നത് ഈ ശാന്തിയാണ്. പിന്നെ എന്നിട്ടും നമ്മൾ അസ്വസ്ഥമായിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മായാമറകളിൽപ്പെട്ട് നാം അസ്വസ്ഥമായിരിക്കുന്നു. ഈ മറകൾ മാറ്റിയാൽ നാം എവിടേക്ക്? ആദി രൂപത്തിലേക്ക് എത്തിച്ചേരും. ആദിഭാവത്തിലേക്ക്, ആദി ഗുരുവിലേക്ക് നാം എത്തിച്ചേരും. അത് ശിവനാണ്. പിന്നെ സ്വാതന്ത്ര്യമാണ് നിങ്ങളുടെ പ്രകൃതി, എന്നിട്ടും നിങ്ങൾ ബന്ധനത്തിൽ കഴിയുന്നു. ഇപ്പോൾ നമ്മുടെ അവസ്ഥ ബന്ധനാവസ്ഥയിലാണ്. ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടേത്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് ശിവനാണ്. എല്ലാവിധ ജ്ഞാനങ്ങളുടെയും ഉറവിടമായ, എല്ലാവിധ ബോധത്തിൻ്റെയും ഉറവിടമായ ശിവനാണ് നമ്മളുടെ സഹജഭാവം, നിജഭാവം. അതിലേക്ക് മടങ്ങിപ്പോകൂ. പിന്നെ സന്തോഷമാണ് നിങ്ങളുടെ പ്രകൃതി. നാം എപ്പോഴും സന്തോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് സംസ്കൃതത്തിലൊരു വാക്കുണ്ട്, ആനന്ദം. സത്ചിത്ത ആനന്ദം. ഈ ആനന്ദത്തിലാണ് നമ്മൾ. പക്ഷേ എപ്പോഴും നമ്മൾ ബന്ധനസ്ഥരായി ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് സന്തോഷത്തിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ശിവനിലേക്ക് എത്തിച്ചേരുക. തൃപ്തിയാണ് നിങ്ങളുടെ പ്രകൃതി, എന്നിട്ട് നിങ്ങൾ ആഗ്രഹങ്ങളെ ചുഴലിയിൽ പെട്ടുടലുന്നു. അതേ അനേകം കാമനകൾ കൊണ്ട് നിറഞ്ഞ മലീമസമായതാണ് നമ്മുടെ മനസ്സ്. ഈ ആഗ്രഹങ്ങൾ, ഈ കാമനകൾ, ഈ അഹംഭാവങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ ഭാവത്തിലേക്ക്, ശിവനിലേക്ക് നാം എത്തിച്ചേരും. പിന്നെ നിങ്ങളുടെ പ്രകൃതിയിലേക്കുള്ള യാത്രയാണ് സാധന. നാം ചെയ്യുന്ന സാധനകളെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ പ്രകൃതിയിലേക്ക്, അതായത് യഥാർത്ഥ സഹജ രൂപത്തിലേക്ക്, ആദി രൂപത്തിലേക്ക്, ശിവത്വത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള വഴികളാണ്. പ്രകൃതിയിലേക്കുള്ള യാത്രയാണ് സാധന. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്തോ അതായി തീരാൻ വേണ്ടിയുള്ളതാണ് സാധന. നാം യഥാർത്ഥത്തിൽ എന്താണ്? ശിവൻ. എന്നിട്ട് ഗുരുജി പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതി ശിവനാണ്. ശിവം ശാന്തിയാണ്. കണ്ടോ, ഇവിടെയാണ് വേദാഗമങ്ങളെ മുഴുവൻ ഗുരുജി തൻ്റെ 2-3 വാക്കുകളിൽ ഒതുക്കിയിരിക്കുന്നത്. ശിവം ശാന്തിയാണ്, അനന്തതയാണ്, സൗന്ദര്യമാണ്, അദ്വൈതമാണ്. ഇത് തന്നെയാണ് വേദങ്ങളിലും ആഗമങ്ങളിലും ഈ 5-ാം തന്ത്രത്തിലും, തിരുമന്ത്രത്തിൽ 5-ാം തന്ത്രത്തിലും തിരുമൂലദേവൻ വിശദമാക്കുന്നത്. ഞാൻ ആ വാചകം ഒന്നുകൂടി വായിക്കട്ടെ, കാരണം അത് കല്ലിൽ കൊത്തിയ കടലെഴുത്താണത്. നോക്കൂ. ശിവം ശാന്തിയാണ്, അനന്തതയാണ്, സൗന്ദര്യമാണ്, അദ്വൈതമാണ്. ഇതാണ് വേദരഹസ്യം, ഇതാണ് ആഗമ രഹസ്യം. ഈ ആഗമ രഹസ്യത്തെ, ഈ വേദരഹസ്യത്തെ ഏതാനും വാക്കുകളിലൂടെ പരമപൂജ്യ ശ്രീ രവിശങ്കർജി ഈ വാക്കുകളിൽ ശിവനാണ് നിങ്ങളുടെ സ്വരൂപമെന്ന ഈ കൊച്ചു വാക്കുകളിൽ അദ്ദേഹം കൊത്തിവച്ചിരിക്കുന്നു. ശാശ്വതമായ സനാതനമായ സത്യത്തെയാണ് ഇവിടെ ഭഗവാൻ ശ്രീ രവിശങ്കർജി നമുക്ക് പറഞ്ഞു തരുന്നു. ഈ പൊരുൾ തന്നെയാണ് തിരുമന്ദിരത്തിലെ ഈ 5-ാം തന്ത്രത്തിലൂടെ തിരുമൂലദേവൻ നമുക്ക് വിവരിച്ചു തരുന്നത്. ഗുരുപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഓം ശിവായ തിരുമൂലദേവായ നമഃ. ഗുരു നമോ നമഃ.